ഒന്നാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠം മആലി സഫീർ, ബഹുമാനപ്പെട്ട അംബാസഡറോടൊപ്പം. ഇതൊരു മുക്കാബലയാണ്. മുക്കാബല മീൻസ് ഇൻ്റർവ്യൂ, അഭിമുഖം. കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പഠിച്ചു ഫൗസാൻ IFS പരീക്ഷ പാസ്സായി UAE ഇന്ത്യൻ അംബാസഡറായിത്തീർന്നു എന്നത്. അപ്പോൾ അദ്ദേഹം പഠിച്ച സ്കൂളിൽ ഒരു സ്വീകരണം, ഒരു ആദരവ് നൽകിയിരുന്നു. ആ ആദരവിന് ശേഷം ആ സ്കൂളിലെ കുട്ടികൾ അദ്ദേഹവുമായി നടത്തുന്ന ഒരു അഭിമുഖമാണ് ഇന്നത്തെ പാഠം. മആലി സഫീർ, ബഹുമാനപ്പെട്ട അംബാസഡറോടൊപ്പം. അഭിമുഖം എന്ന് പറഞ്ഞാൽ കുട്ടികൾ ചോദ്യങ്ങൾ ചോദിക്കും, അദ്ദേഹം അതിനുള്ള ഉത്തരങ്ങൾ പറയും. നമുക്ക് നോക്കാം. ചോദിക്കുന്നത് അരീഫുൽ മദ്രസത്താണ്. അരീഫുൽ മദ്രസ മീൻസ് സ്കൂൾ ലീഡർ. മർഹബം ബിക്കും യാ സയ്യിദി, വെൽക്കം സാർ. ഫൗസാൻ ഹയ്യാക്കുമുല്ലാ വബയ്യാക്കും, വെൽക്കം പറഞ്ഞാൽ തിരിച്ച് പറയുന്നതാണിത്, വെൽക്കം. അരീഫുൽ മദ്രസ ലോ സമഹത്തും പ്ലീസ് നർജു മസീദൻ മിന തഫാസീലി അൻ ഹയാത്തിക്കും, താങ്കളുടെ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നർജു ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, ഞങ്ങൾ ആഗ്രഹിക്കുന്നു. മസീദൻ മിന തഫാസീൽ കൂടുതൽ ഡീറ്റെയിൽസ്, അൻ ഹയാത്തിക്കും താങ്കളുടെ ജീവിതത്തെക്കുറിച്ച്. ഫൗസാൻ തൊബാൻ ഓഫ് കോഴ്സ് ബിക്കുല്ലി സുറൂർ, വിത്ത് പ്ലഷർ, തീർച്ചയായും എൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയാം. അരീഫുൽ മദ്രസ ചോദിക്കുന്നു മതാ തഹറജ്തും മിൻ ഹാദിഹിൽ മദ്രസ, ഈ സ്കൂളിൽ നിന്നും താങ്കൾ എപ്പോഴാണ് പഠനം പൂർത്തിയാക്കിയത്? മതാ തഹറജ്തും, താങ്കൾ എപ്പോഴാണ് പഠിച്ച് പുറത്തിറങ്ങിയത്? മിൻ ഹാദിഹിൽ മദ്രസ, ഈ സ്കൂളിൽ നിന്നും. ഫൗസാൻ ഖബല 10 സനവാത്തിൻ, 10 വർഷങ്ങൾക്ക് മുമ്പ്. അരീഫുൽ മദ്രസ മിൻ ഫളിക്കും പ്ലീസ് അഫീദൂന ബി അയ്യാമി ദറാസത്തിക്കും, താങ്കളുടെ പഠന നാളുകളെക്കുറിച്ച് ഞങ്ങൾക്ക് അറിയിച്ചു തരാമോ? മിൻ ഫളിക്കും എന്നതൊക്കെ ബഹുമാനിച്ചുകൊണ്ട്, നമ്മളെക്കാൾ മുതിർന്നവരെയും നേതാക്കളെയും ഒക്കെ ബഹുമാനിച്ചുകൊണ്ട് പറയുന്നതാണ്. നിങ്ങളുടെ പഠനകാലം ഒന്ന് അറിയിച്ചു തന്നാലും, പഠനകാലത്തെക്കുറിച്ചൊന്ന് പറഞ്ഞു തന്നാലും. ഫൗസാൻ കാനത്ത് തിൽക്കൽ അയ്യാമു മലിയത്തൻ ബി തഹദ്ദിയാത്ത്, ആ ദിനങ്ങൾ വെല്ലുവിളികളാൽ നിറഞ്ഞതായിരുന്നു. കാനത്ത് തിൽക്കൽ അയ്യാമു, ആ ദിനങ്ങളായിരുന്നു. മലിയത്തൻ നിറഞ്ഞതായിരുന്നു. ബി തഹദ്ദിയാത്തിൻ വെല്ലുവിളികളാൽ, ധാരാളം വെല്ലുവിളികൾ നേരിട്ട ദിവസങ്ങളായിരുന്നു എൻ്റെ പഠനകാലം. അരീഫുൽ മദ്രസ മാഹിയ തഹദ്ദിയാത്ത്, എന്തൊക്കെയായിരുന്നു വെല്ലുവിളികൾ? ഫൗസാൻ നശഅത്തു യതീമൻ, ഞാൻ യതീമായിട്ടാണ് വളർന്നത്. നശഅത്തു, ഞാൻ വളർന്നു. യതീമൻ, അനാഥനായിക്കൊണ്ട്. ഇഷ്തു മഅ ഉമ്മി, ഞാൻ എൻ്റെ ഉമ്മയുടെ കൂടെ ജീവിച്ചു. ഇഷ്തു, ഞാൻ ജീവിച്ചു. മഅ ഉമ്മി, എൻ്റെ ഉമ്മയുടെ കൂടെ. ഫിൽ ഫഖ്രി വൽ ഫാഖത്തി, ദാരിദ്ര്യത്തിൽ. ഫഖ്ർ ഫാഖത്ത് രണ്ടും ദാരിദ്ര്യം എന്നാണ് മീനിങ്. താൻ ദാരിദ്ര്യത്തിലാണ് ചെറുപ്പത്തിൽ ജീവിച്ചത് എന്ന് ഫൗസാൻ പറഞ്ഞപ്പോൾ അരീഫുൽ മദ്രസ ചോദിക്കുന്നു കൈഫ തഗല്ലബ്തും അലൈഹ, അവയൊക്കെ എങ്ങനെയാണ് താങ്കൾ അതിജീവിച്ചത്? കൈഫ, എങ്ങനെയാണ്, തഗല്ലബ്തും നിങ്ങൾ അതിജീവിച്ചത് അല്ലെങ്കിൽ അതിജയിച്ചത്, അലൈഹ അതിനെയൊക്കെ, ദാരിദ്ര്യത്തെയൊക്കെ എങ്ങനെ അതിജയിച്ചു? ദാരിദ്ര്യത്തെയൊക്കെ മറികടന്ന് പഠിച്ചിട്ടാണ് ഇന്ന് ഇത്രയും വലിയൊരു നിലയിലെത്തിയിരിക്കുന്നത്. അതെങ്ങനെയാണ് താങ്കൾ മറികടന്നത്? ഫൗസാൻ ഉമ്മി അൽ ഹനൂൻ, എൻ്റെ സ്നേഹനിധിയായ ഉമ്മ, അവരാണ് എൻ്റെ വിജയത്തിന് പിന്നിൽ. കാനത്ത് ദഅമി അൽ വഹീദ്, അവരായിരുന്നു എൻ്റെ ഏക ആശ്രയം. ദഅമി മീൻസ് സപ്പോർട്ട്, ആശ്രയം. എൻ്റെ ഒരേ ഒരു ആശ്രയവും എൻ്റെ ഉമ്മയായിരുന്നു. ഹിയല്ലത്തി സഅദത്നി, അവരാണ് എന്നെ സഹായിച്ചത്. ലി മുവാജഹത്തി തഹദ്ദിയാത്ത്, വെല്ലുവിളികളെ നേരിടാൻ. ലി മുവാജഹത്ത്, മുവാജഹത്ത് മീൻസ് ഫേസ് ചെയ്യുക, അഭിമുഖീകരിക്കുക, നേരിടുക. അത്തഹദ്ദിയാത്ത് വെല്ലുവിളികളെ നേരിടാൻ എന്നെ പ്രാപ്തനാക്കിയത്, എന്നെ അതിന് സഹായിച്ചത് എൻ്റെ ഏക ആശ്രയമായ എൻ്റെ ഉമ്മയാണ്. അപ്പോൾ ഉമ്മയുടെ കരുത്തിൽ, ഉമ്മയുടെ പിന്തുണയിലാണ് ഞാൻ ദാരിദ്ര്യത്തെയൊക്കെ അതിജയിച്ച് മുന്നോട്ട് പോയത്. അരീഫുൽ മദ്രസ മാ നസീഹത്തുക്കും ലിത്തലബ, വിദ്യാർത്ഥികളോട് താങ്കൾക്കുള്ള ഉപദേശം എന്താണ്? മാ നസീഹത്തുക്കും, താങ്കളുടെ ഉപദേശം എന്താണ്? ലിത്തലബ, വിദ്യാർത്ഥികളോട്. ഫൗസാൻ അലൈക്കും ബിൽ ജിദ്ദി വ ത്വാഅത്തിൽ വാലിദൈനി, നിങ്ങൾ നിർബന്ധമായും കഠിനാധ്വാനം ചെയ്യുകയും മാതാപിതാക്കളെ അനുസരിക്കുകയും വേണം. അലൈക്കും എന്ന് പറഞ്ഞാൽ അതൊരു പ്രയോഗമാണ്. അലൈക്കും,
നിങ്ങളുടെ മേൽ നിർബന്ധമാണ്. ബിൽ ജിദ്ദി കഠിനാധ്വാനം ചെയ്യൽ, വത്താഅത്തിൽ വാലിദൈനി മാതാപിതാക്കളെ അനുസരിക്കൽ. അരീഫുൽ മദ്രസ. ശുക്രൻ ജസീലൻ. താങ്ക് യു വെരി മച്ച് ഫൗസാൻ അഫ്വൻ. ഇതാണ് ഇവരെ നടത്തിയ അഭിമുഖം, ഇൻ്റർവ്യൂ. ഇനി നുറാജിഉൽ ഹിവാറ വനസ്തഖ്രിജു മിൻഹുൽ അദവാത്തുൽ ഇസ്തിഫാമിയ. ഈ ഹിവാർ, ഈ സംഭാഷണം നമുക്ക് റിവൈസ് ചെയ്യാം, ഒന്നുകൂടെ വായിച്ചു നോക്കാം. എന്നിട്ട് അതിൽ നിന്നും അൽ അദവാത്തുൽ ഇസ്തിഫാമിയെ കണ്ടെത്താം. എന്താ അൽ അദവാത്തുൽ ഇസ്തിഫാമിയ? ചോദ്യത്തിൻ്റെ വാക്കുകൾ. ഏതൊക്കെയാണ് ഇവിടെ ചോദ്യത്തിൻ്റെ വാക്കുകളായി വന്നിരിക്കുന്നത്? ആദ്യം വന്നത് മത, എപ്പോൾ. പിന്നെ ഉള്ളത് മാ, എന്ത്. പിന്നെ കൈഫ, എങ്ങനെ. ഈ 3 ഇൻ്ററോഗേറ്റീവ് വേർഡ്സ്, ചോദ്യ വാക്കുകളാണ് ഈ സംഭാഷണത്തിൽ വന്നിരിക്കുന്നത്. ഇനി നുറാജി അൻ നസ്സ, നമുക്ക് നസ്സ് റിവൈസ് ചെയ്യാം. പാഠഭാഗം ഒന്നുകൂടെ വായിച്ചു നോക്കാം. വനുക്കുമിലുൽ ഫറാഗ കമാ ഫിൽ മിസാൽ, ഉദാഹരണത്തിലുള്ളതുപോലെ വിട്ട ഭാഗം പൂരിപ്പിക്കാം. ഇവിടെ ഒരു പട്ടിക കൊടുത്തിരിക്കുന്നു. ഇതിൽ 4 കോളങ്ങളുണ്ട്. ഓരോ കോളത്തിലെയും വാക്കുകൾ എന്താണെന്ന് നോക്കാം. അമില, അവൻ ചെയ്തു. അമിലത്ത്, അവൾ ചെയ്തു. അമിൽത്ത, നീ ചെയ്തു. അതായത് നീ ഒരു പുരുഷൻ ചെയ്തു. സ്ത്രീയാണെങ്കിൽ അമിൽത്തി എന്നാണ് ഉണ്ടാവുക. അടുത്ത കോളത്തിലുള്ളത് അമിൽത്തു, ഞാൻ ചെയ്തു. ഇനി ഇതേപോലെയാണ് മറ്റുള്ള വാക്കുകളുടെയും പൂരിപ്പിക്കേണ്ടത്. ഒന്നാമത്തെ കോളത്തിൽ അവൻ ചെയ്തു, അവൻ എന്നുള്ളതും, രണ്ടാമത്തെ കോളത്തിൽ അവൾ ചെയ്തു, അവൾ എന്നുള്ളതും, മൂന്നാമത്തെ കോളത്തിൽ നീ ചെയ്തു, നീ എന്നുള്ളതും, നാലാമത്തെ കോളത്തിൽ ഞാൻ ചെയ്തു, ഞാൻ എന്നുള്ളതും പൂരിപ്പിക്കണം. ഇവിടെ സഅലത്ത് എന്നാണുള്ളത്. സഅലത്ത് എന്ന് പറഞ്ഞാൽ അവൾ ചോദിച്ചു. ഇതിൻ്റെ മുദക്കർ ഇവിടെ എഴുതണം. അവൻ ചോദിച്ചു എന്നത് അതെന്താണെന്ന് നോക്കാം. സഅല, അവൻ ചോദിച്ചു. സഅലത്ത്, അവൾ ചോദിച്ചു. അടുത്തത് അമിൽത്ത എന്നാണ് ഇവിടെ ഉള്ളത്. നീ ചെയ്തു. അപ്പോൾ നീ ചോദിച്ചു എന്ന് പറയണം. അതിനുവേണ്ടി സഅൽത്ത, നീ ചോദിച്ചു. പിന്നെ അമിൽത്തു, ഞാൻ ചെയ്തു എന്നാണുള്ളത്. അപ്പോൾ ഇവിടെ സഅൽത്തു, ഞാൻ ചോദിച്ചു. ഇനി അടുത്ത വാക്ക് ബുക്കിൽ കൊടുത്തിരിക്കുന്നത് ലാഹൽത്ത എന്നാണ്. നീ നിരീക്ഷിച്ചു. അപ്പോൾ ഒന്നാമത്തെ കോളത്തിൽ എന്ത് എഴുതണം? ലാഹല, അവൻ നിരീക്ഷിച്ചു. അടുത്ത കോളത്തിൽ ലാഹലത്ത്, അവൾ നിരീക്ഷിച്ചു. അവസാനം ലാഹൽത്തു, ഞാൻ നിരീക്ഷിച്ചു. പിന്നെ ഇബ്തസംതു എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ പുഞ്ചിരിച്ചു. അപ്പോൾ അവൻ പുഞ്ചിരിച്ചു എന്നതിന് ഇബ്തസമ എന്നും, അവൾ പുഞ്ചിരിച്ചു എന്നതിന് ഇബ്തസമത്ത് എന്നും, നീ പുഞ്ചിരിച്ചു എന്നതിന് ഇബ്തസംത എന്നും പറയും. പിന്നെ കാല, കാല മീൻസ് പറഞ്ഞു. ആര് പറഞ്ഞു? അവൻ പറഞ്ഞു. രണ്ടാമത്തെ കോളത്തിൽ അവളാണ്. അപ്പോൾ കാലത്ത്, അവൾ പറഞ്ഞു. കുൽത്ത, നീ പറഞ്ഞു. നീ പറഞ്ഞു എന്ന് പറയാൻ കുൽത്ത എന്നാണ് പറയേണ്ടത്. ഞാൻ പറഞ്ഞു, കുൽത്തു. അടുത്തത് തഹറജ്തു എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഡിഗ്രി കരസ്ഥമാക്കി. തഹറജ, അവൻ ഡിഗ്രി കരസ്ഥമാക്കി. തഹറജത്ത്, അവൾ. തഹറജ്ത, നീ. തഹറജ്തു, ഞാൻ. സർഫാക്കുന്നതാണ് ഇതിന് പഠിക്കേണ്ടത്. സർഫാക്കുന്നത് കൃത്യമായി പഠിച്ചാൽ ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതാണ്. അടുത്തതും സർഫാക്കൽ തന്നെയാണ്. നോക്കാം. ഒന്നാമത്തെ കോളത്തിൽ അൽ ജിൻസ് കൊടുത്തിരിക്കുന്നു. അതായത് മുദക്കറാണോ മുഅന്നസാണോ എന്നുള്ളത്. മുദക്കർ, മുഅന്നസ്, അങ്ങനെ ഓരോ റോയിലും മാറി മാറി കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ കോളത്തിൽ അൽ മുഫ്രദ്, ഏകവചനം. മൂന്നാമത്തെ കോളത്തിൽ അൽ മുസന്ന, ദ്വിവചനം. നാലാമത്തെ കോളത്തിൽ അൽ ജംഅ, ബഹുവചനം. മലയാളത്തിലും ഇംഗ്ലീഷിലുമൊക്കെ ഏകവചനവും ബഹുവചനവും മാത്രമേ ഉള്ളൂ. എന്നാൽ അറബിയിൽ ഏകവചനവും ദ്വിവചനവും ബഹുവചനവുമുണ്ട്. ഒന്നാണെങ്കിൽ ഏകവചനം, രണ്ടാണെങ്കിൽ ദ്വിവചനം, രണ്ടിൽ കൂടുതലാണെങ്കിൽ ബഹുവചനം. ഇവിടെ മുദക്കർ, മുദക്കറിൻ്റെ ഏകവചനമായ ഫീല്, ഇത് മാളിയായ ഫീലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫഅല എന്നാണ്. അതായത് അവൻ ചെയ്തു. അവൻ ചെയ്തു എന്ന് പറയുമ്പോൾ അത് മുഫ്രദാണ്, ഏകവചനമാണ്. ഇനി ഫഅല, അവർ ചെയ്തു. അതായത് അവർ 2 പേർ ചെയ്തു.
അവർ രണ്ടുപേർ എന്ന് പറയുമ്പോൾ അത് മുസന്നയാണ്, ദ്വിവചനമാണ്. ഇനി ഫഅലു അവർ ചെയ്തു, അതായത് രണ്ടിൽ കൂടുതൽ പേർ, അപ്പോഴത് ജംആണ്, ബഹുവചനമാണ്. ഇനി ഇതിൻ്റെ മുഅന്നസ് എന്താണെന്ന് നോക്കാം. ഈ പറഞ്ഞത് മൂന്നും മുദക്കറാണ്. അവൻ, അവർ രണ്ട് പുരുഷന്മാർ, അവർ രണ്ടിൽ കൂടുതൽ പുരുഷന്മാർ. ഇനി സ്ത്രീ, ഫഅലത് അവൾ ചെയ്തു, ഇതാണ് മുഅന്നസ്. അവൾ ചെയ്തു എന്ന് പറയുമ്പോൾ അത് മുഫ്രദാണ്, ഏകവചനമാണ്. ഫഅലത അവർ രണ്ടുപേർ ചെയ്തു, അതായത് അവർ രണ്ട് സ്ത്രീകൾ ചെയ്തു, മുസന്ന, ദ്വിവചനം. ഫഅൽന അവർ രണ്ടിൽ കൂടുതൽ സ്ത്രീകൾ ചെയ്തു, അത് ജംആണ്, ബഹുവചനമാണ്. അടുത്ത മുദക്കർ എന്താണ്? ഫഅൽത നീ ചെയ്തു, മേലെ അവനും അവളുമായിരുന്നു, ഇനി നീയാണ്. നീ എന്നത് പുരുഷനോടും നീ എന്നത് സ്ത്രീയോടും പറയണം. അപ്പോൾ പുരുഷനോട് നീ എന്ന് പറയുമ്പോൾ ഫഅൽത എന്നാണ് പറയേണ്ടത്, നീ ചെയ്തു. നീ എന്ന് പറയുമ്പോൾ അത് മുഫ്രദാണ്, ഏകവചനമാണ്. അടുത്തത് ഫഅൽതുമ നിങ്ങൾ രണ്ടുപേർ ചെയ്തു, നിങ്ങൾ രണ്ട് പുരുഷന്മാർ, അപ്പോൾ അത് ദ്വിവചനമാണ്, മുസന്നയാണ്. പിന്നെ ഫഅൽതും നിങ്ങൾ ചെയ്തു, ജംആണ്, ബഹുവചനമാണ്. ഇനി നീ എന്നുള്ളത് മുഅന്നസ്, സ്ത്രീയോട് പറയുമ്പോൾ ഫഅൽതി നീ ചെയ്തു, മുഫ്രദാണ്, ഏകവചനമാണ്. ഫഅൽതുമ നിങ്ങൾ രണ്ടുപേർ, നിങ്ങൾ രണ്ട് സ്ത്രീകൾ ചെയ്തു, മുസന്ന, ദ്വിവചനം. ഫഅൽതുന്ന നിങ്ങൾ ചെയ്തു, അതായത് നിങ്ങൾ രണ്ടിൽ കൂടുതൽ സ്ത്രീകൾ, അത് ജംആണ്. ഇനി മുദക്കർ ഞാൻ എന്നുള്ളതാണ്. ഫഅൽതു ഞാൻ ചെയ്തു, പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും ഫഅൽതു എന്ന് തന്നെയാണ് പറയുക. മുദക്കർ ഫഅൽതു, ഇവിടെ മുഅന്നസ് കൊടുത്തിരിക്കുന്നു, അതും ഫഅൽതു തന്നെ. അപ്പോൾ ഞാൻ എന്നുള്ളതിന് മാറ്റമില്ല, ഫഅൽതു എന്ന് തന്നെയാണ് മുദക്കറാണെങ്കിലും മുഅന്നസ് ആണെങ്കിലും പറയേണ്ടത്. ഇനി ഇതിന് മുസന്നയുണ്ടോ? ഇതിന് മുസന്നയും ജമ്മും മാറ്റമില്ല, രണ്ടും ഒന്ന് തന്നെയാണ്. ഫഅൽന ഞങ്ങൾ ചെയ്തു, ഫഅൽന ഞങ്ങൾ ചെയ്തു, അതിലും മുഅന്നസും മുദക്കറും മാറ്റമില്ല. ഞങ്ങൾ ചെയ്തു എന്നുള്ളതിന് മുഅന്നസാണെങ്കിലും മുദക്കറാണെങ്കിലും ഫഅൽന എന്ന് തന്നെയാണ് പറയുക. അത് ഞങ്ങൾ രണ്ട് പേരാണെങ്കിലും രണ്ടിൽ കൂടുതൽ പേരാണെങ്കിലും ഫഅൽന എന്ന് തന്നെയാണ് പറയുക. ഇനി ഇതേപോലെ ദഹബ എങ്ങനെ സർഫാക്കി ഇവിടെ എഴുതാം? ദഹബ അവൻ പോയി, ദഹബ അവർ രണ്ടുപേർ പോയി, ദഹബു അവർ പോയി, അതായത് അവർ രണ്ടിൽ കൂടുതൽ പേർ, മീൻസ് ഇതൊക്കെ പുരുഷന്മാരാണ്. ഇനി അതിൻ്റെ മുഅന്നസ് ദഹബത്ത് അവൾ പോയി, ദഹബത്ത അവർ രണ്ട് സ്ത്രീകൾ പോയി, ദഹബ്ന അവർ രണ്ടിൽ കൂടുതൽ സ്ത്രീകൾ പോയി. ഇനി വീണ്ടും മുദക്കർ ദഹബ്ത നീ പോയി, ദഹബ്തുമ നിങ്ങൾ രണ്ടുപേർ പോയി, ദഹബ്തും നിങ്ങൾ പോയി, ഇത് പുരുഷന്മാരാണ്. ഇനി മുഅന്നസ് ദഹബ്തി നീ പോയി, നീ ഒരു സ്ത്രീ പോയി, ദഹബ്തുമ നിങ്ങൾ രണ്ട് സ്ത്രീകൾ പോയി, ദഹബ്തുന്ന നിങ്ങൾ രണ്ടിൽ കൂടുതൽ സ്ത്രീകൾ പോയി. ഈ ദഹബ്തുമ എന്നത് ഒന്നാണ്, പുരുഷന്മാരാണെങ്കിലും നിങ്ങൾ രണ്ട് പുരുഷന്മാരാണെങ്കിലും നിങ്ങൾ രണ്ട് സ്ത്രീകളാണെങ്കിലും ഒരേപോലെയാണ്, മാറ്റമില്ല. തുമ എന്നാണ് ചേർക്കേണ്ടത്. ഇനി ദഹബ്തു ഞാൻ പോയി, അത് മുദക്കറാണെങ്കിലും മുഅന്നസ് ആണെങ്കിലും ദഹബ്തു തന്നെയാണ് ഞാൻ പോയി എന്നതിന്. ഇനി ഞങ്ങൾ പോയി, ദഹബ്ന മുദക്കറാണെങ്കിലും മുഅന്നസ് ആണെങ്കിലും ഒന്ന് തന്നെ, മാറ്റമില്ല, ദഹബ്ന ഞങ്ങൾ പോയി. അത് ജം ആണെങ്കിലും മുസന്നയാണെങ്കിലും ദഹബ്ന തന്നെയാണ്. അതായത് രണ്ടുപേരാണ് പറയുന്നത് എങ്കിലും രണ്ടിൽ കൂടുതൽ പേരാണ് പറയുന്നത് എങ്കിലും ഞങ്ങൾ പോയി എന്ന് പറയാൻ ദഹബ്ന എന്ന് തന്നെയാണ് പറയേണ്ടത്. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒക്കെ ദഹബ്ന. അപ്പോൾ ഇത് രണ്ട് വാക്ക് മാത്രമേ ഉള്ളൂ, ദഹബ്തു, ദഹബ്ന. ഫഅല എന്ന വാക്ക് സർഫാക്കിയത് അർത്ഥസഹിതം ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇത് ഓരോന്നും വായിച്ചു നോക്കിയാൽ സർഫാക്കേണ്ടത് എങ്ങനെയാണെന്ന് കൃത്യമായി പഠിക്കാൻ കഴിയുന്നതാണ്. ഇനി സർഫാക്കുന്നത് വിശദമായി പഠിക്കാൻ വേണ്ടിയുള്ള വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയാൽ കൂടുതൽ വിശദമായി സർഫാക്കുന്നത് പഠിക്കാൻ കഴിയുന്നതാണ്.